അല്പസമയത്തേക്ക് മാത്രം തിരുവചനത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ ഞങ്ങളോട് മുൻപിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് അത് വലിയ അനുഗ്രഹവും ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും ദൈവത്തിന്റെ സ്നേഹവും ലഭിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥം. നമ്മുടെ സമൂഹത്തിൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന അംഗീകാരമാണ് ബഹുമാനം. എന്നാൽ അവർ ദൈവമല്ല, അവർ മനുഷ്യരാണ്. നല്ല പ്രവൃത്തികൾ അവർ ചെയ്യുമ്പോൾ സമൂഹമാണ് അവർക്ക് അതിനുള്ള അംഗീകാരം നൽകുന്നത്. അപ്പോസ്തലനായ പൗലോസ് ബൈബിൾ വായിക്കുന്ന സകലർക്കും പൗലോസ് ആരാണെന്നും പൗലോസിന്റെ ജീവിത രീതി എന്തായിരുന്നുവെന്നൊക്കെ അറിയുവാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തു പിടിക്കപ്പെട്ടതിന് ശേഷമുള്ള ശൗലെന്ന് പറയുന്ന പൗലോസിന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു പോകുന്നതായി കാണുവാൻ കഴിയും. അദ്ദേഹം ലേഖനങ്ങൾ തയ്യാറാക്കി അത് ഓരോ പ്രദേശങ്ങളിലെയും സഭകൾക്ക് നൽകി. അതുപോലെ തന്നെ അദ്ദേഹം ജാതികളുടെ ഇടയിലേക്ക് ഇറങ്ങി യേശുക്രിസ്തു ആരാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന്, മനുഷ്യനായി തന്നെ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് എന്ന് 33 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവർ തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും യേശുക്രിസ്തുവിന് വേണ്ടി അനേകം കഷ്ടതകൾ സഹിക്കുകയും അനേകം പ്രാവശ്യം സുവിശേഷത്തിന്റെ പേരിൽ അദ്ദേഹം അടി വാങ്ങിച്ചിട്ടുണ്ട്. അനേകം പ്രാവശ്യം അദ്ദേഹം സുവിശേഷത്തിന് വേണ്ടി അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. വളരെയേറെ നാളുകൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ഒന്ന് പുതയ്ക്കുവാൻ പോലും ഒരു ഉടപ്പില്ലാതെ അതികഠിനമായ തണുപ്പിനെ നേരിട്ടിട്ടുണ്ട്. സമുദ്രത്തിൽ വെച്ച് അതിഭയങ്കരമായ ആപത്തുകളെ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ആയിരുന്നു എന്ന് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അഥേന എന്ന് പറയുന്ന സ്ഥലം, ഈ അഥേനയിൽ അദ്ദേഹം പതിവായി വരുന്ന ഒരാളാണ്. അഥേന എന്ന് പറയുന്നത് ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിൽ അദ്ദേഹം നോക്കുമ്പോൾ ദുർജീവ പ്രവർത്തികൾ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനാണ് ദൈവത്തിന്റെ അത്യുത്കൃഷ്ട സൃഷ്ടി. മനുഷ്യന് കഴിയാത്തതൊന്നും ഭൂമിയിലില്ല. കാരണം ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യനും കഴിയാത്തതൊന്നുമില്ല. മനുഷ്യൻ എന്തെങ്കിലും കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ പരിശ്രമിക്കുവാനുള്ള മടി മാത്രമാണ്. അല്ലെങ്കിൽ അവർക്ക് എന്തിനും കഴിയും. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ അപ്പോസ്തലന്റെ മനസ്സിൽ അകത്ത് ചൂട് പിടിച്ചു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് ശക്തമായി സംസാരിച്ചു. ഈ ജനത്തോട് പറയണം,
ദൈവം ജീവിക്കുന്നു, ദൈവം ജീവിച്ചിരിക്കുന്നു, ദൈവം ജീവനുള്ളവരാകുന്നു, ദൈവം ജീവനുള്ളവൻ തന്നെ എന്ന് അദ്ദേഹം നോക്കിയപ്പോൾ ഒരു വേദിക്കല്ലിനെയാണ് കാണുന്നത്. ആ വേദിക്കല്ലിനെ നോക്കിക്കൊണ്ട്, അല്ലയോ അധേന പുരുഷന്മാരെ, ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ച ദൈവം ജീവിക്കുന്നു, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മുടെ കവിവരന്മാരിൽ പലരും പാടിയിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഇപ്രകാരം നിങ്ങളാകുന്നത് എന്നാണ് അപ്പോസ്തലൻ ചോദിക്കുവാൻ ഇടയാണ്. വാസ്തവമായും എനിക്ക് ചോദിക്കുവാനുള്ളത്, അപ്പോസ്തലൻ അവിടെ എന്താണ് കുറ്റം പറഞ്ഞത്? ആരെയാണ് കുറ്റം പറഞ്ഞത്? അപ്പോസ്തലൻ അവിടെ ആരെയാണ് കുറ്റം പറഞ്ഞിരിക്കുന്നത്? ആരെയാണ് വിമർശിച്ചത്? ആരെയെങ്കിലും അപ്പോസ്തലൻ അവിടെ കുറ്റം പറഞ്ഞുവോ? ആരെയെങ്കിലും അപ്പോസ്തലൻ അവിടെ വിമർശിച്ചുവോ? അദ്ദേഹം കണ്ട ചുറ്റുപാടിനെ ആസ്പദമാക്കിക്കൊണ്ട് അനേക ജനം ചന്തയിലും അതുപോലെ തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോന്നിനായി കടന്നു വരുന്ന ജനത്തോട് ആണ് അദ്ദേഹം ഈ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത്. അപ്പോൾ അപ്രകാരം അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്തിക്കൂറിയതെന്ന് പറയുന്നത് അജ്ഞാനികൾ വന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് അരയോപകക്കുന്നിലേക്ക് പോയി. എത്തിക്കൂറിയതെന്ന് പറയുന്നത് BC 341 270 മധ്യേ ജീവിച്ചിരുന്ന എപ്പിക്കൂറസ് എന്ന് പറയുന്ന മനുഷ്യന്റെ അനുയായികളാണ്. ഇവർ കേവല സത്യത്തെ അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യാതെ കേവല സുഖം മാത്രം അനുഭവിച്ച് മരിക്കുവാനാണ് ഓരോ മനുഷ്യനും ഭൂമിയിൽ ജനിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ സുഖലോലുപരായി സുഖം അന്വേഷിച്ച് ജീവിച്ച് മരിച്ചു നശിച്ചു പോകുന്നവരാണ്. അപ്പൊ അവർ തന്നെയാണ് ഈ അപ്പോസ്തലനെ പിടിച്ചുകൊണ്ട് പോകുവാൻ. അപ്പോൾ ഇവരുടെ എപ്പിക്കൂറിയൻ എന്ന് പറയുന്ന അദ്ദേഹം അഥേനയിൽ പുള്ളിയുടെ സ്വപ്നോദ്യാനത്തിൽ ഒരു പാഠശാല ഉണ്ടാക്കുകയും അവിടെ തന്റെ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുകയും ഏഷ്യ മൈനറിലും അലക്സാണ്ട്രിയയിലും അദ്ദേഹത്തിന്റെ തത്വചിന്തകൾക്ക് പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് ഇപ്പോൾ വരെ അവരെ പറ്റി പറയുന്നത് അഭിക്കറശി എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്തവർ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ളവരായി അവര് ജീവിക്കുകയാണ്. ഇപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിക്കുന്ന അവര് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് വരണമെന്നാണ് ഇവിടെ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. അതിനായി അദ്ദേഹത്തെ അവര് അരയോപകക്കുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ അരയോപകക്കുന്നെന്ന് പറയുന്നത് ഒരു പാറപ്രദേശമാണ്. അവിടെ 113 മീറ്റർ ഉയരത്തിലുള്ള ഒരു പാറ സ്ഥലത്തിനാണ് അരയോപകക്കുന്നെന്ന് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ ഈ പാറസ്ഥലത്ത് ഒരു കോടതിയുണ്ട്. ആ കോടതി മുമ്പാകെ ഈ അപ്പോസ്തലനെ നിർത്തി അവരുടെ കോടതിയിൽ ഇദ്ദേഹം എന്താണ് സംസാരിക്കുന്നത്, ഇദ്ദേഹം എന്താണ് പ്രസംഗിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ലായതിനാൽ അവരെ മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയുവാനാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചു. യേശുക്രിസ്തു മാനവരാശിയുടെ മുഴുവൻ ആത്മാവിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും 33.5 വയസ്സുവരെ ഇവിടെ ജീവിച്ചിരിക്കുകയും മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ കാൽവരിയിൽ യാഗമായി നൽകുകയും മരിക്കുകയും അടക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോകുകയും ചെയ്തതായി തിരുവചനം പറയുന്നു. അതാണ് മനുഷ്യൻ്റെ വിശ്വാസം, യേശുക്രിസ്തുവിനുള്ള വിശ്വാസം. അങ്ങനെ പറയുവാൻ കാരണം യേശു മരിച്ചവരിൽ നിന്ന് ആദ്യനായിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്.
ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിക്കുന്നവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ മധ്യാകാശത്തിൽ കാഹളം ധ്വനിക്കുമ്പോൾ അവരൊക്കെയും യേശുവിനോട് ചേരും. കാരണം ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടമെന്ന് പറയുന്നത് അനേക പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് ജീവിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. സന്തോഷമില്ല, സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ ഓടി നടക്കുന്നു, എങ്ങും എവിടെയും ലഭിക്കുന്നില്ല. ഉറ്റമിത്രങ്ങൾ വേണ്ടപ്പെട്ടവരാരും സ്നേഹിക്കുന്നില്ല. എന്നാൽ യേശു അപ്രകാരമല്ല. യേശു നമ്മെ സ്നേഹിക്കുന്നു. അതിനുവേണ്ടിയാണ് യേശു തൻ്റെ ജീവനെ നമുക്ക് ദാനമായി നൽകിയത്. യേശു ദൈവം തന്നെയാണ്. എന്നാൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സകല വേദനകളും കഷ്ടതകളും അനുഭവിച്ച് മനുഷ്യനാൽ തന്നെ മരിക്കണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ പുത്രൻ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഇതാണ് അരയോപകുന്നിൽ വെച്ച അപ്പോസ്തലനായ പൗലോസ്ലീഹ പ്രസംഗിച്ചത്. ഒടുവിൽ അവർ അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. അപ്പോൾ ഈ അരയോപകുന്നിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ അഥേനയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അഥേനയിൽ അതിശക്തമായ ഒരു പകർച്ചവ്യാധി കടന്നു വന്നു. ചിലപ്പോൾ ഡെങ്കിപ്പനിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പനിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖമായിരിക്കാം. അവർ വിശ്വസിച്ചിരുന്ന ദേവന്മാരും ആർക്കും അവിടെ ബാധിച്ചിരിക്കുന്ന ആ ബാധയെ ഇല്ലാതെയാക്കുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കുറയ്ക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ വിശ്വസിച്ചിരുന്ന സകല ദൈവങ്ങളുടെയും മുൻപിൽ അവർ നേർച്ച കാഴ്ചകൾ നടത്തി. ഇനിയും നൽകാമെന്ന് പറഞ്ഞു. എന്നാലൊന്നും ആ ബാധ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതല്ലാതെ അതിന് ശമനമുണ്ടായില്ല. അപ്പോഴവർ അരയോപകുന്നിലേക്ക് കറുത്തതും വെളുത്തതുമായ 2 ആടുകളെ കയറ്റിവിട്ടു. ആ ആടുകൾ കിടന്ന സ്ഥലത്ത് ആ ആടുകളെ അവർ കൊന്നു, അല്ലെങ്കിൽ അതിനെ ബലി നൽകി. അങ്ങനെ ബലി നൽകിയിട്ടും ആ ബാധ മാറിപ്പോയില്ല. അപ്പോഴാണ് അവര് അജ്ഞാത ദേവനെന്ന് മേലെടുത്തുള്ള ഒരു കല്ലവിടെ കുഴിച്ചിട്ടത്. ആ കല്ലിനെ കണ്ടുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചത്. ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ചവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ജീവനുള്ള ദൈവമാണെന്ന് നമ്മുടെ കവിവരന്മാരിൽ പലരും പാടിയിരിക്കുന്നു. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മുടെ കവികൾ പോലും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ അരയോപകുന്നിൽ ഈ ജനം കാണിച്ചതായ ഈ കാര്യങ്ങളൊക്കെയും അവിടുത്തെ സാധാരണ ജനത്തിൻ്റെ അന്ധവിശ്വാസമായിരുന്നു. അങ്ങനെ ജനം അന്ധവിശ്വാസത്തിൽ ജീവിക്കേണ്ട കാലഘട്ടത്തിൽ കൂടിയല്ല മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ, അങ്ങനെ എല്ലാം കൊണ്ടും ശാസ്ത്രവും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ശാസ്ത്രം പുരോഗമിക്കുന്നുവെങ്കിൽ ദൈവം മനുഷ്യന് പകർന്നു കൊടുത്ത ബുദ്ധിയാണ് അവിടെ പ്രാവർത്തികമാകുന്നത്, അല്ലാതെ മനുഷ്യൻ്റെ ബുദ്ധിയല്ല. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് എന്തൊക്കെ അവൻ പ്രവർത്തിക്കുന്നുവോ അതൊക്കെയും നാശം തന്നെയായിരിക്കും മറ്റുള്ളവർക്കും. അതിൻ്റെ തെളിവാണ് ഹിരോഷിമയും നാഗസാക്കിയുമൊക്കെ. അതിൻ്റെ തെളിവാണ് സോദോമും ഗോമോറോയും. അതിൻ്റെ തെളിവാണ് നിനിവേയും. അതൊക്കെ മാനുഷികമായ ബുദ്ധി പ്രവർത്തിച്ചപ്പോൾ അത് മനുഷ്യരാശിക്ക് തന്നെ ദോഷമായി തീർന്നു എന്ന്
കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 4 സാമ്രാജ്യങ്ങൾ ലോകത്ത് നിലനിന്നിരുന്നു. ഒന്നാമത്തേത് ബാബേൽ സാമ്രാജ്യം, രണ്ടാമത്തേത് മേദ്യ പേർഷ്യ, മൂന്നാമത്തേത് റോമ. ഇങ്ങനെ ഓരോ സാമ്രാജ്യങ്ങളും ഈ ലോകത്ത് നിലനിന്നിരുന്നു. ഇതെല്ലാം മനുഷ്യൻ്റെ ബുദ്ധിയാൽ മനുഷ്യൻ ഭരിച്ച കാലഘട്ടങ്ങളായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ സംഭവിച്ചു കൊണ്ടിരുന്ന നീചമായ പ്രവൃത്തികൾ മാത്രമായിരുന്നു. എന്നാൽ ദൈവം പറയുന്നു, നിന്നെ ഞാൻ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത് നീചപ്രവൃത്തികൾ ചെയ്യുവാനല്ല, നിന്റെ ഹൃദയത്തിൽ എനിക്ക് വസിച്ചുകൊണ്ട് നിന്നെ കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് അത് ഈ ലോകത്ത് ചെയ്തു തീർക്കുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതാണ് തിരുവെഴുത്ത് പറയുന്നത്, രക്ഷകനും കർത്താവുമായ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കണമെന്ന്. അപ്പോഴാണ് നാം പൂർത്തീകരിക്കപ്പെടുന്നത്. അതാണ് പ്രിയമുള്ളവരെ, യേശു നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായി ചെയ്യുവാൻ കഴിയാത്തത് ദൈവത്തിന് കഴിയും. അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് തിരുവചനം ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് മരിച്ച 3 ദിവസം കല്ലറയിലിരുന്ന ലാസറിനോട് പറഞ്ഞത്. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ 3 ദിവസം കല്ലറയിലിരുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഉടമസ്ഥൻ, ജീവനെ പകർന്നവൻ, ആത്മാവിനെ നൽകിയവൻ വിളിച്ചപ്പോൾ ലാസർ ജീവനുള്ളവനായി കല്ലറയ്ക്കകത്തു നിന്ന് പുറത്ത് കടന്നു വന്നു. ആ ലാസർ യേശുവിനോട് കൂടെ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന് തിരുവചനം വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അനേക രോഗികളെ സൗഖ്യമാക്കി, കുരുടന് കാഴ്ച കൊടുത്തു, മുടന്തരെ നടത്തി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. പ്രിയമുള്ളവരെ, എന്നും വിശ്വസിക്കുന്നവരുടെ ഇടയിൽ ഈ അത്ഭുതങ്ങളൊക്കെയും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ നാം ഈ ലോക ജീവിതത്തിൽ സ്വീകരിച്ചില്ല എങ്കിൽ നാം ഇരുട്ടിൽ കൂടി നടക്കുന്നവരും, പല സ്ഥലങ്ങളിലും വീണു പോകുന്നവരും, പരാജയപ്പെട്ടു പോകുന്നവരും, ജയിക്കുവാൻ കഴിയാത്തവരും, അടിമകളുമായി തന്നെ ജീവിക്കുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, യേശു നമ്മളെ സ്വാതന്ത്ര്യത്തിനായി സ്വതന്ത്രനാക്കി എന്നാണ്. വീണ്ടും നാം അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതെന്ന്. എന്ന് പറഞ്ഞെന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ത്യജിച്ച് നീ പുറത്തു പോയി കഴിഞ്ഞെന്നാൽ അതിഭയങ്കരനും ക്രൂരനുമായ ഒരു കാട്ടുമൃഗത്തെ കൂട്ടിൽ നിന്ന് അഴിച്ച് പുറത്തേക്ക് വിടുന്ന അവസ്ഥയായിരിക്കും നമ്മുടേത്. അപ്രകാരമായി തീരാതിരിക്കുവാനാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1-ാം വാക്യം, യേശു നമ്മെ സ്വാതന്ത്ര്യത്തിനായി സ്വതന്ത്രരാക്കിയിരിക്കുന്നു, പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതേ എന്ന്. അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതെന്ന് പറഞ്ഞെന്നാൽ നമുക്ക് പുറകോട്ട് പോയെന്നാൽ എപ്പിക്കൂര്യരെയും സ്റ്റോയിക്കരെ പറ്റിയും പഠിക്കാം. അവർ ജനിച്ചതും ജീവിച്ചിരിക്കുന്നതും മറ്റൊന്നിനുമല്ല, സുഖം അനുഭവിക്കുവാൻ, കേവല സത്യം കണ്ടെത്താതെ കേവല സുഖം അനുഭവിച്ച് നശിച്ചു പോകുവാൻ വേണ്ടി. എന്നാൽ നമ്മുടെ ജീവിതം, പ്രിയമുള്ളവരെ, അപ്രകാരമാകരുത്. യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു, ആ ക്രിസ്തു നമ്മെ വിളിക്കുന്നു. ആയതിനാൽ നമ്മുടെ ഹൃദയങ്ങളെ മാത്രം യേശുവിനെ സമർപ്പിക്കുക എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളായിരിക്കുന്ന എവിടെയും എന്നും എപ്പോഴും നിങ്ങൾക്ക് അനുഗ്രഹം മാത്രമായി തീരട്ടെ.